മുണ്ടകോപനിഷത്തിലെ ദ്വിതീയ മുണ്ടകത്തിലെ പ്രഥമ ഖണ്ഡം. അതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ചിലത് പറയുകയാണ്. വളരെ വേഗത്തിൽ ഈ പോസ്റ്റിംഗെല്ലാം നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് യഥാർത്ഥത്തിൽ 108 ഉപനിഷത്തുക്കളുണ്ട്. ഇതെല്ലാം പറഞ്ഞു തീരുക എപ്പം തീരുവാന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവും, ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇതിലെല്ലാം നാം അറിയാതെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പകുതിക്കിട്ട് എറിഞ്ഞ് ഓടാൻ പറ്റൂലല്ലോ. അപ്പൊ ആ തരത്തിലാണ് പോകുന്നത്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ പിന്നെ വേദങ്ങളിലെ ചിലതെല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വേദങ്ങളിലെ ഇനി സയൻസാണ് പറയാനുള്ളത്. അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പടയെല്ലാം വരച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന വിഷയമല്ല ഒരു സയൻസ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഉപനിഷത്തിലേക്ക് തിരിഞ്ഞത്. മറ്റു പലതിലേക്കും തിരിഞ്ഞു, അതിൽ ഉപനിഷത്തിലേക്ക് അവസാനം എത്തിയത്. ഉപനിഷത്ത് വായിക്കൊണ്ട് പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റുന്ന തരത്തിലാണുള്ളത്. അതിൽ സയൻസ് ഒന്നും അങ്ങനെ എടുത്തു പറയുന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ എഴുതി വേണം. അതിലേക്കാണ് കടന്നത്. പക്ഷെ അതിൽ കടന്നതിൽ ഇതെല്ലാം ആ ശക്തി തന്നെയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് ശരി ഒന്നാമത്തെ ഉപനിഷത്ത് തുടങ്ങാം. അങ്ങനെ തുടങ്ങി പോകുമ്പോൾ ഇനിയിപ്പം 108 തീർക്കുക എന്ന് പറഞ്ഞാൽ എപ്പം തീരുന്നുള്ളതെല്ലാം അതല്ല ആ ശക്തിക്ക് തന്നെ അറിയായിരിക്കും എങ്ങനെ എപ്പം തീർക്കണം, ആരെ കൊണ്ട് തീർപ്പിക്കണം എന്നല്ല. അതെല്ലാം തീരുമാനിക്കുന്നത്, അല്ല നമ്മളെല്ലാം. ഇപ്പം നമ്മളുടെ കർമ്മങ്ങൾ വേറെ ഇതുവരെ പറഞ്ഞതിന്റെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പറയാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇത് തീർക്കണ്ടിക്കില് ഓരോന്നായിട്ട് ഓരോ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഇട്ടിട്ട് നമ്മളുടെ കർമ്മം ചെയ്യുക. അതിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെല്ലാം ഇത്രയും പെട്ടെന്ന് ഇടുന്നത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉള്ളത്, ഇതൊന്നും സൂക്തം വെച്ചിട്ടല്ല പറയുന്നത്. സൂക്തത്തില് പറയുന്നുണ്ട് ഇത് ഇന്ന മുണ്ടകത്തിൽ 1, 2, 3 എന്ന് പറയല്ലാതെ വരി വെച്ചൊന്നും വ്യാഖ്യാനിക്കണമെന്നും പറ്റില്ല. കാരണം അതിൽ അർത്ഥവുമില്ല. കാരണം നമുക്കറിയാം ഒരു അധ്യാപകൻ സയൻസ് ഭാഷാ അധ്യാപകരാണെങ്കിൽ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിപ്പിക്കുക. ക്ലാസ്സിലെ ടെക്സ്റ്റ് വെച്ച് തന്നെ പഠിപ്പിക്കും. വരി വായിച്ച് അതിന്റെ അർത്ഥം പദാനുപദം അർത്ഥം പറഞ്ഞിട്ട് തന്നെ പോകണം. ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റഡി എല്ലാം സോഷ്യൽ സ്റ്റഡിക്ക് അതിന്റെ ആവശ്യമില്ല, അത്രയില്ല. എന്നാലും ഭാഷകളെല്ലാം പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ പോകണം. നേരെ മറിച്ച് സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകനൊന്നും ഒരിക്കലും കൈമേലെ ടെക്സ്റ്റ് ഉപയോഗിച്ചുകൂടാ. അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാൻ വേണ്ട അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ മതി. അതിൽ ഭാഷ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെയും സയൻസാണ് വേദങ്ങളിൽ മുഴുവനുള്ളത്. പുരാണ കഥകളായിട്ട് പറയാം. പക്ഷെ ഉപനിഷത്തുകളിൽ മുഴുവൻ സയൻസാണ്. അത് വരി വെച്ചിട്ട് പറയേണ്ടതല്ല. പക്ഷെ അവരൊരു ക്രമത്തിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ക്രമത്തിൽ തന്നെ പറയുന്നു. അതിന് ഇന്ന സൂത്ത ഇത്ര സൂത്ത, അതുകൊണ്ട് വരി വെക്കുന്നില്ല. അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വരി വെച്ചല്ലുള്ളെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം, ഇനി എടുത്ത് വായിക്കുമ്പോൾ അതേ തരത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്ര പ്രയാസമൊന്നുമില്ല, വളരെ നിസ്സാരമാണ്. പക്ഷെ അതിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും വായിക്കാൻ പോലും പോകുന്നില്ല. ഒന്ന് വായിച്ചോ ഇതെല്ലാം തന്നെയാണ് അതെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിർത്തും. അല്ല ഇതിന്റെ എല്ലാ അത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടേതായ അർത്ഥത്തിൽ അതിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നതന്നെ സ്വീകരിക്കണം എന്ന എന്തെങ്കിലും ഇതുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞത് എന്നാ ശരിയാണോ എന്ന് ഒരാൾ ചിന്തിച്ചിട്ട് എന്നാ പിന്നെ ഉപനിഷത്ത് എടുത്തിട്ട് ഒന്ന് നോക്കാം. ഇവൻ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ലല്ലോ എന്ന് കാണാൻ വേണ്ടിയിട്ട് അവർക്കും എടുത്ത് വായിച്ചു നോക്കാം. അപ്പൊ ശരിയായ അർത്ഥം അവർക്ക് മനസ്സിലാകും. ഇതിനെല്ലാം താല്പര്യമുള്ളവരല്ലേ പോകും. അപ്പൊ അവരുടേതായ ശൈലിയിലേക്ക് പോകും. പക്ഷെ എന്റെ മുന്നിലുള്ളത് ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നാണ്. കാരണം 108 ഉപനിഷത്തുണ്ട്. ഇതെപ്പം തീരുന്നു പറഞ്ഞു കഴിഞ്ഞാല് അത് കുറച്ച് കാലം പിടിക്കും. അത് കഴിഞ്ഞിട്ട് വേണം വേദത്തിലേക്ക് കിടക്കാം. വേദത്തിലാണെങ്കിൽ പടം വരച്ചിട്ടുള്ള ലോകത്തിലുള്ള സയൻസ് മുഴുവൻ പറയണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആമുഖത്തോടു കൂടി തന്നെ ഇതിലേക്ക് കിടക്കാം. പക്ഷെ നമ്മൾ കാണുന്നത്, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് ഇവിടെയും കാണും. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നത്. അതില് പ്രഥമ ഖണ്ഡത്തില് 1, അഗ്നിയിൽ നിന്നും സ്ഫുരികങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഈ ബ്രഹ്മത്തിൽ നിന്നും പലതും ഉണ്ടായി പ്രളയകാലത്ത് അത് തിരിച്ചു വരികയും ചെയ്യും. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അഗ്നിയിൽ നിന്നും സ്ഫുരികങ്ങൾ ഉണ്ടാകുന്ന പോലെ പൊട്ടിത്തേറും. ചിലത് സ്ഫുരികം ചുവപ്പ് കളറായിരിക്കും, ചിലത് മഞ്ഞയായിരിക്കും, ചിലപ്പം കറുപ്പായിരിക്കും, ചിലത് നല്ല ശബ്ദത്തോടു കൂടി വരും. അതൊന്നും പരിവർത്തനത്തിലൂടെ ആദ്യം ഒരു മഞ്ഞ വന്ന് അതിന്റെ ചുവപ്പായി മാറി പിന്നെ പച്ചയായി മാറി ഇങ്ങനെയൊന്നുമല്ല. ഇതുപോലെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയുന്നതാണ്. അതിന്റെ സങ്കല്പത്തിൽ നിന്ന് പെട്ടെന്ന് അതങ്ങ് പല രൂപത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. അതെല്ലാം
ഇവിടെ ഒരു ചെറിയ രൂപത്തിൽ പറയുന്നതേ ഉള്ളൂ. വേദത്തിൽ അത് സയൻസിൽ എങ്ങനെയാ, കാരണം ഇതിനും അപ്പൊ മനുഷ്യനെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ പൊട്ടിത്തെറിച്ച മാതിരിയാണ്, അല്ലാതെ പരിണാമ സിദ്ധാന്തത്തിലാണോ എന്നുള്ള നിലയിലല്ല ഇവിടെ പറയുന്നു. പക്ഷെ അതിന് പരിണാമ സിദ്ധാന്തം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൊട്ടിത്തെറിക്കുമ്പോൾ ആദ്യം ഇലക്ട്രോൺ ഉണ്ടായാലല്ലേ ആറ്റം ഉണ്ടാകും. ഒരാറ്റം ഉണ്ടാകണമെങ്കിൽ ഇലക്ട്രോൺ ഉണ്ടാകണമല്ലോ, പ്രോട്ടോണും ഉണ്ടാകണമല്ലോ. അപ്പൊ ആറ്റവും ഇലക്ട്രോണും ഉണ്ടായിട്ടേ പിന്നെ ഇലക്ട്രോണും ആറ്റവും ഉണ്ടായിട്ടേ ഒരു ആറ്റം ഉണ്ടാകാൻ പറ്റും. ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായിട്ടേ ആറ്റം ഉണ്ടാകാൻ പറ്റും. അപ്പൊ ആ ക്രമത്തിൽ അവിടെ ഒരു പരിണാമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിണാമം ഉണ്ട്. പക്ഷെ ആ തരത്തിലാണ് പോകുന്നത്. അപ്പൊ അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ തന്നെ ഇവിടെ പറയുന്നതും ഏകദേശം ആ ക്രമത്തിലാണ് അത് പറഞ്ഞുകൊണ്ടുവരുന്നത്. പക്ഷെ ഉണ്ടാകുന്നത് സ്വതന്ത്രമായിട്ട് ഉണ്ടാവുന്നുണ്ട്, വ്യത്യസ്ത ഉണ്ടാവുകയാണ്. അതിവിടെ ഒരു ക്രമം, അതേസമയം ഒരു ക്രമം ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. നോക്കാം. അതിന് കയ്യും കാലുമില്ല, ഒന്നുമില്ല എന്ന് ആദ്യം പറയാം. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആദ്യം ഉണ്ടായിരുന്ന സാധനത്തിന് കയ്യുമില്ല, കാലുമില്ല, അതിനൊരു രൂപമില്ല, ഭാവമില്ല, ഒരു ചുക്കും ഇല്ല എന്ന് ആദ്യം തന്നെ പറയും. ഇതെല്ലാം നമ്മൾ പണ്ട് കണ്ടത്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റുന്നത്. പിന്നെ മൂന്നാമത്, അതിൽ നിന്നു തന്നെ മനസ്സും ആത്മാവുമെല്ലാം ഉണ്ടായത്. അതിൽ നിന്ന് തന്നെയാണ് മനസ്സ് മുതലായതെല്ലാം വികാരങ്ങളെല്ലാം ഉണ്ടായത്. അത് ദ്രവ്യമല്ല. അപ്പൊ അങ്ങനത്തെ എല്ലാം ഉണ്ടായതും ഏതിൽ നിന്ന് തന്നെയാണ്? ഇതിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് എന്തു പറയുന്നു? ആ വിരാട രൂപം ഇങ്ങനെ കാണണം. വിരാട രൂപം എന്ന് പറയുന്നതിനെ ഇങ്ങനെ കാണണം. അപ്പൊ ഒരു വിരാട രൂപത്തെ പറ്റി പണ്ട് പറഞ്ഞിട്ട്, ഈ പ്രപഞ്ചം അവസാനമായി മാറിയത് മുഴുവൻ ഒരു വിരാട രൂപം, ഒരു വ്യക്തിയുടെ മാതിരിയായിട്ട് ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് എന്തു പറയുന്നു? ഭൂലോകം എന്ന് പറയുന്നത് തലയായിട്ടെടുക്കണം. അപ്പൊ ഈ ഭൂലോകം എന്ന് പറഞ്ഞാൽ ഒരു ഉരുണ്ടിട്ടാണ്, ഈ പ്രപഞ്ചത്തിന്റെ ഘടന ഒരു ഉരുണ്ടിട്ട് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു തലമാതിരി എടുത്തു കഴിഞ്ഞാല് അതിലുള്ള കണ്ണുകളാണ് ചന്ദ്രൻ. ചന്ദ്രനും സൂര്യനും ചന്ദ്രനും രണ്ട് കണ്ണുകൾ. എന്നിട്ട് ദിക്കുകൾ കർണങ്ങളാണ്. ദിക്കുകൾ, പല ദിക്കിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെയെല്ലാം നമുക്ക് എല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന കർണങ്ങളാണ്. എന്നിട്ടോ പലതരം ഛന്ദസ്സുകളാണ് വേദത്തിലെ മന്ത്രങ്ങൾ. പലതരം ഛന്ദസ്സുകളുണ്ട്, അതാണ് വേദത്തിലെ മന്ത്രങ്ങൾ എന്ന് പറയുകയാണ്. അതല്ലേ ഇതിൽ നിന്നുണ്ടായത്? ഇതിൽ നിന്നുണ്ടായതാണ്. കൃത്യപാദമാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും ഒരു വലിയ മനുഷ്യന്റെ അവയവമായിട്ടെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് മാത്രമേ വിരാട രൂപമുള്ളൂ. അപ്പൊ വിരാട രൂപം എന്നെല്ലാം പറഞ്ഞ ഒരു മനുഷ്യൻ അങ്ങനെയുണ്ട്. നമ്മളെ ആത്മീയവാദികൾ എന്താ പറയുക? ചിന്തിച്ചിരിക്കുന്ന വലിയൊരു രൂപം അങ്ങനെയുണ്ട്. അതൊന്നുമല്ല, ഈ പ്രപഞ്ചത്തെ ഒരു മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തി ഒരു പരിചയപ്പെടുത്തൽ നടത്തുന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് പറയുന്നു? 5 പറയുന്നു, സൃഷ്ടി നടക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരേപോലെ എല്ലാം സൃഷ്ടിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കണമെന്നില്ല. അതായത് ഭൂമി ആദ്യം പൊട്ടിത്തെറിക്കുമ്പോൾ എന്നിട്ട് പ്രപഞ്ചം ഉണ്ടാവും, പിന്നെ അത് തിരിച്ച് പ്രളയ സമയത്ത് തിരിച്ച് അതിലേക്ക് പോകും, പിന്നെ ആദ്യം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ഉണ്ടായ മാതിരി തന്നെ ഉണ്ടാകണമെന്നൊന്നും പറയുന്നില്ല. അത് പല വ്യത്യസ്തത്തിലാണ്. അതാണ് മന്വന്തരങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്. അത് പിന്നെ വേദത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കുറെ അങ്ങോട്ടെത്തുമ്പോൾ ഉപനിഷത്തെല്ലാം പറഞ്ഞു തരും. അപ്പൊ ഒരിക്കൽ ചെയ്യുന്ന മാതിരി ചെയ്യണമെന്നില്ല അടുത്ത പ്രാവശ്യം സൃഷ്ടിക്കുമ്പോൾ. എന്നിട്ട് എന്ത് പറയുന്നു? അത് സങ്കല്പത്തിനനുസരിച്ചാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം അതിനൊരു സങ്കല്പമുണ്ട്. ഈ സങ്കല്പം എന്താണെന്നല്ല നമുക്ക് പിന്നീട് മനസ്സിലാകും. സങ്കല്പം എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്, അതിനാണ് സങ്കല്പം എന്ന നിലയിലൊന്നും പോകല്ല. സങ്കല്പം എന്നൊരു വാക്കിനൊന്നും മറ്റേ അതിനൊരു ലക്ഷ്യമുണ്ട്. ഇങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന്. പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. ഈ പ്രപഞ്ചം ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ട് ക്രമത്തില് 4 യുഗങ്ങളിലൂടെ പുരോഗമിച്ചു പോകണം എന്നുള്ളൊരു, അതാണ് ഇതിന്റെ സങ്കല്പം എന്നത് ഉദ്ദേശിക്കുന്നത്. അതിനൊരു മനുഷ്യൻ വേണമെന്നൊന്നുമില്ല. കാരണം ഒരു ആറ്റം ഉണ്ട്, കുറെ ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ അത് ഒരു ആറ്റത്തിന്റെ രൂപത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു സങ്കല്പത്തിലാണ് പോകുന്നത്. ആ നടുവില് ഒരു പ്രോട്ടോണ്, ഒരു ഇലക്ട്രോണ്, അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ, അതിനൊരു സങ്കല്പത്തിനനുസരിച്ചാണ് പോവുക. അല്ല അതിന് തോന്നുന്ന മാതിരി പോകാൻ പറ്റും. അതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു സയൻസ്, ഈ സങ്കല്പം എന്ന് പറയുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സങ്കല്പം തന്നെയാണ്. നമ്മളൊരു വീട് കെട്ടുമ്പോൾ നമ്മളെ ഭാവിയിൽ ഒരു സങ്കല്പമുണ്ട്. അതിനനുസരിച്ച് അതിന്റെ ആവശ്യം ഒരു സങ്കല്പമുണ്ട് മനസ്സിൽ. ഭാവിയിൽ അതിനെ എങ്ങനെയല്ല ഉപയോഗിക്കണമെന്ന് അതിനനുസരിച്ചാണ് പോകുന്നത്. അത്രയേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ അതിനെന്ത് വേണ്ട,
അതിന് മനുഷ്യനാണെന്നൊന്നുമില്ല. ഈ ശക്തിക്കും ഈ ബ്രഹ്മം ഒരു സങ്കല്പത്തിനാണ്, അതായത് അതിന് ശരിയായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും മനസ്സ് തോന്നുന്നവരെ അങ്ങ് സൃഷ്ടിച്ച എല്ലാന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരു ലക്ഷ്യമുണ്ട്. പ്രപഞ്ചം ഇങ്ങനെ ആണ്, മനുഷ്യൻ ഇങ്ങനെ വേണം, അവനെ കൊണ്ട് ഇന്ന കർമ്മം ചെയ്യിപ്പിക്കണം, ഇന്ന സമയത്ത് അവനെ ജനിപ്പിക്കണം, ഇതെല്ലാം അതിനൊരു സങ്കല്പമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സങ്കല്പത്തിനനുസരിച്ച് സങ്കല്പം മാറിയാണെങ്കിൽ ഉണ്ടാക്കുന്നതും അത് മാറും. അതെല്ലാം സയൻസിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. സയൻസിലൂടെ തന്നെ വേദം പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്കവിടെ കാണാം. ഇവിടെ അങ്ങനെ പറയുന്നില്ല, ജനറലായിട്ട് പറഞ്ഞു പോവുകയാണ്. അതിന്റെ ഒരംശമാണ് അഗ്നിതത്വം. അപ്പൊ അത് ആദ്യം എന്തായിരുന്നു? അഗ്നിയായിട്ട് മാറുന്നു. അതിന്റെ ഒരംശം അതാണ് അഗ്നിതത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ദ്രവ്യങ്ങളെല്ലാം നശിപ്പിച്ചാൽ അവസാനം എന്തായിട്ടാണ് മാറുന്നത്? ഊർജമായിട്ടാണ് മാറുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായത് എന്ത് തന്നെയാണ്? ഊർജം തന്നെയാണ്. ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത്. അല്ലെ, ദ്രവ്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഊർജം കിട്ടും. അപ്പൊ ഊർജമാണ് ദ്രവ്യമായി മാറുന്നത്. അതുമെല്ലാം വേദത്തില് സയൻസിലൂടെ വ്യക്തമായിട്ട് അതിന്റെ മാത്തമാറ്റിക്കലായി പടങ്ങളെല്ലാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് പിന്നീട്. എന്നിട്ട് അതിന്റെ ഒരംശമാണ് അഗ്നിതത്വം. അത് സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചു. സൂര്യനിൽ നിന്നാണ്. അപ്പൊ സൂര്യൻ എന്ന ദ്രവ്യമായി സൃഷ്ടിച്ചു. സൂര്യ ഒരു ദ്രവ്യമാണ്. അപ്പൊ ഈ അഗ്നി എന്താകുന്നത്? ഒരു ദ്രവ്യ രൂപത്തിൽ വരുന്നു. അതാണ് സൂര്യൻ. എന്നിട്ടോ അതാണ് അതിന്റെ ഇന്ധനം എന്ന് പറയുന്നു. അഗ്നിയിൽ നിന്നും ചന്ദ്രൻ ഉണ്ടായി. പിന്നെ ചന്ദ്രൻ എന്ന് പറയുമ്പോഴെല്ലാം ഉപനിഷത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഈ ചന്ദ്രനായിട്ട് എടുക്കാം. ഈ ചന്ദ്രനൊന്നുമല്ല, അത് കുറെ കഴിഞ്ഞപ്പോൾ ചന്ദ്രനും ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായി എന്നല്ല, അതെല്ലാം ഉണ്ടാകേണ്ടിക്ക് എന്ത് വേണം? ഇലക്ട്രോൺ ഉണ്ടാകണം, പ്രോട്ടോൺ ഉണ്ടാകണം, അങ്ങനെ എങ്ങനെ ഉണ്ടായി എല്ലാം വരണം. അപ്പൊ അവിടെ എന്തുകൊണ്ട് ഒരു പരിണാമം ഉണ്ട്. അങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടായത്. എന്നിട്ടോ ചന്ദ്രനിൽ നിന്നും മേഘങ്ങൾ ഉണ്ടാകുന്നു. മേഘങ്ങളിൽ നിന്ന് ജീവജാലങ്ങൾ, ചെടികൾ, മഴ പെയ്യുന്നു, വർഷമുണ്ടാകുന്നു. വർഷത്തിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നു. അപ്പൊ ഒരു പരിണാമം അവിടെയുണ്ട്. മേഘം ഉണ്ടാവും. മേഘം എന്നിട്ട് മഴയായിട്ട് വരുമ്പോഴാണ് ചെടികൾ വളരുന്നത്. ചെടികളുടെ നീരിൽ നിന്നും ഗർഭത്തിലൂടെ കൊച്ചു പുറത്തു വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ചെടികൾ ഉണ്ടായിട്ടേ മനുഷ്യനും ജീവജാലങ്ങളും ഉണ്ടാവാൻ പറ്റുള്ളൂ. കാരണം അതിന് ജീവിക്കണ്ടേ. അപ്പൊ അതിനൊരു ക്രമമുണ്ട്, ഒരു പരിണാമം അവിടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ചെടി കയറിയിട്ട് കുട്ടിയായി എന്നുള്ള അർത്ഥത്തില് എടുക്കരുത്. കുട്ടീനെ അത് സൃഷ്ടിച്ചു. തീയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ കുട്ടിയെ അത് സൃഷ്ടിച്ചു. പക്ഷെ എപ്പോ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികളെ സൃഷ്ടിച്ചിട്ടേ കുട്ടീനെ സൃഷ്ടിക്കാൻ പറ്റൂ. കാരണം അതിന് അത്രയും നല്ല സങ്കല്പമുണ്ട്. അല്ലാതെ തോന്നുന്ന മാതിരി ഉണ്ടാക്കി ആദ്യം കുട്ടീനെ ഏൽപ്പിക്കും, എന്നിട്ട് ചെടിയിൽ തിന്നേണ്ട ഭക്ഷണം കുട്ടിയുടെ ജീവിക്കൂ? ഇല്ല. അപ്പൊ അതിനൊരു ക്രമമുണ്ട്, ഒരു പരിണാമമുണ്ട്. പക്ഷെ അതെന്തല്ല നമ്മളീ പറയുന്ന ചെടി കയറിയിട്ട് കുട്ടിയായി മാറുന്നതെന്നല്ല അർത്ഥം. അപ്പൊ ഒരു പരിണാമത്തിലൂടെയാണ് വരുന്നതെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരം പരിണാമം അതിലൂടെ അപ്പൊ മേഘമുണ്ടായി, വർഷമുണ്ടായി, അതിലൂടെ നാനാപ്രകാരത്തിലുള്ള ചെടികളുണ്ടായി. അവയിൽ നിന്നും പലതര ജീവജാലങ്ങള്, ചരാചര ജീവികളെല്ലാം ഉണ്ടായി എന്നുള്ള ഒരു ക്രമത്തിൽ ഒരു രൂപം തീയിൽ നിന്ന് പൊട്ടി വരുന്ന മാതിരി തന്നെയാണെങ്കിൽ ഒരു ക്രമത്തിൽ അത് ഉണ്ടായി എന്ന് പറയുകയാണ്. എന്നിട്ട് സങ്കല്പത്തിന് എന്നിട്ട് 6 പറയുന്നു, പിന്നെ ഋക്ക്, യജുത്ത്, സാമം, വേദം എന്നിവയിലുണ്ടായി. ഇതിൽ നിന്ന് പിന്നേന്നൊന്നും പറയണ്ട, ഈ വേദങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. എന്നിട്ട് യജ്ഞങ്ങൾക്ക് എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ള വ്യവസ്ഥിതിയും അത് ഉണ്ടാക്കി വെച്ചു. അതായത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ള വ്യവസ്ഥിതി, ആ ശാസ്ത്രം അത് തന്നെയാണ് സയൻസ്. ആ സയൻസും എല്ലാം അത് തന്നെയാണ് ഉണ്ടാക്കി വെച്ചത്. ആ സയൻസ് പഠിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഓരോന്നും ഉണ്ടാക്കുന്നത്. എവ്രി ആക്ഷന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്നെല്ലാം പറയുന്നത് തത്വം ഉപയോഗിച്ചിട്ടാണ് റോക്കറ്റ് ഉണ്ടാക്കി. ഈ തത്വം ആര് തന്നതാണ്? ഈ പ്രകൃതി തന്നതാണ്. ഈ ബ്രഹ്മൻ തന്നെ തന്ന് ഉണ്ടാക്കി വെച്ച ശാസ്ത്രതത്വങ്ങളാണ്. ആ ശാസ്ത്രതത്വം നമ്മൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. അല്ല നമ്മളായിട്ട് ഒരു ശാസ്ത്രതത്വം ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് പ്രകൃതിയുടെ ശാസ്ത്രതത്വമായിട്ട് അതിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പം എങ്ങനെയെല്ലാം നമ്മൾ പ്രവർത്തിക്കണം, എങ്ങനെയെല്ലാം കാർ ഉണ്ടാക്കണം. ഇപ്പൊ ഒരു ചൈനക്കാരനുണ്ട് കാർ ഉണ്ടാക്കിയാലും അമേരിക്കക്കാരൻ കാർ ഉണ്ടാക്കിയാലും അതിന്റെ എല്ലാം സയൻസ് ഒന്ന് തന്നെയാണ്.
അവർ മറ്റേത് നോക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ. ഏത് യുഗത്തിലും ഏത് മന്വന്തരത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ആ തത്വങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരാണ്? ഈ ബ്രഹ്മം തന്നെയാണ്. എന്നിട്ടെന്ന് പറയുന്നു, ഇതിന്റെയെല്ലാം ആ തത്വങ്ങൾ സൂര്യചന്ദ്രന്മാരിലൂടെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയാണ്. അതായത് സൗരയുദ്ധത്തിന്റെ കാലത്തിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് കൊണ്ടാണ് ഈ പുരോഗതി എല്ലാം ഉണ്ടാകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി എല്ലാം എന്തുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്? സൗരയൂഥവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ നാഡീ സിസ്റ്റത്തിലോട്ട് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് വെക്കുന്നു. എന്നിട്ട് എന്തു പറയുന്നു? 7 പിന്നെ വസുക്കൾ, രുദ്രഗണങ്ങൾ ഇതെല്ലാം എന്നിവയെല്ലാം ഉണ്ടാക്കി ദേവഗണങ്ങൾ, അതിൽ നിന്നും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എല്ലാം കാരണം ആര് തന്നെയാണ്? ആ ബ്രഹ്മം തന്നെയാണ്. പിന്നെ ബ്രഹ്മം ഉണ്ടായി രുദ്രഗണങ്ങൾ ഉണ്ടാക്കിയത്. രുദ്രഗണം എന്ന് പറഞ്ഞാൽ സയൻസിലുള്ള ചില സാധനങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായി. അതെല്ലാം രുദ്രഗണങ്ങളിൽ പെടും. ദ്രവ്യങ്ങളെല്ലാം രുദ്രഗണത്തിൽ പെടും. അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബ്രഹ്മമാണെന്ന് പറയാണ്. അതിനെയാണ് കഥയിലായി പോയപ്പോൾ രുദ്രനൊക്കെ കയറിയിട്ട് ഗണങ്ങളുടെ പതി എന്ന് പറയുമ്പോൾ ഗണപതിയായി, പിന്നെ ശിവനായി, അങ്ങനെ എല്ലാം വ്യാഖ്യാനിച്ച പുരാണ കഥകളിൽ പോയിരുന്നുണ്ട്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒന്നും തന്നെ ഇത്തരം കഥാപാത്രങ്ങളെ ഒന്നും പറയുന്നില്ല. സയൻസിലൂട്ടിയേ പറയുന്നുള്ളൂ. നമ്മളെ പുരാണ കഥകളിൽ പറയുന്ന പോലെ കണ്ണും മൂക്കും വെച്ചിട്ടുള്ള ആളെ വെച്ചിട്ട് കൊണ്ട് ഒന്നും വേദത്തിൽ പറയുന്നില്ല, ഉപനിഷത്തിലും അധികം പറയുന്നില്ല, കഥരൂപത്തിലേക്ക് അധികം കടക്കുന്നില്ല. അവരെല്ലാം സയൻസിലൂട്ട് തന്നെ പറയുകയാണ്. ഇതെല്ലാം സയൻസ് പദങ്ങൾ തന്നെയാണ്. രുദ്രഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും രുദ്രഗണങ്ങളിൽ പെടും. അതെല്ലാം 108 ഉണ്ട് എന്ന് പറയുന്നുണ്ട്, 10 ഉണ്ട്, 11 ഇങ്ങനെയെല്ലാം പറയും. അതെല്ലാം പിന്നീട് നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതെല്ലാം നമുക്ക് പിന്നീട് കാണാം. എന്നിട്ട് അതിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടായെന്ന് പറയുന്നു. ആ കൂട്ടത്തിൽ 8 എന്ത് പറയുന്നു? 7 പ്രാണങ്ങളുണ്ട്, 7 ഇന്ദ്രിയങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ അങ്ങ് വ്യാഖ്യാനം. അതൊന്നും പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്തേ നമ്മൾ ഒരാശയം മനസ്സിലാക്കേണ്ടതുള്ളൂ. എല്ലാം ഉണ്ടായിരിക്കുന്നത് അത്. എന്നിട്ട് 9 എന്ത് പറയുന്നു? സമുദ്രമുണ്ടായി, പർവ്വതമുണ്ടായി, മറ്റേ നദികളുണ്ടായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറെ വ്യാഖ്യാനം അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് 10 എന്തോ എല്ലാ കർമ്മവും അതുതന്നെ. എന്നിട്ട് 10 എന്ത് പറഞ്ഞിട്ട് ഈ പ്രഥമ കണ്ട അവസാനിപ്പിക്കുന്നു? ഇങ്ങനെ എല്ലാം സൃഷ്ടിച്ചത് അത് തന്നെ, എല്ലാ നടക്കുന്ന കർമ്മങ്ങളും അത് തന്നെ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അത് തന്നെ, ഇതിനെല്ലാം ഉണ്ടാക്കിയ വ്യവസ്ഥിതിയും അതുതന്നെ. അത് ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്? സൗരയൂഥ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ എല്ലാ പ്രപഞ്ചവും കൂടിയതാണ് വിരാട രൂപം. അതിന്റെ വിരാട രൂപം. അതിന് ഒരു മനുഷ്യനായിട്ടെല്ലാം ചിത്രിച്ച് കണ്ണാണ്, മൂക്കാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചു. ഇതാണ് ഇതിൽ വരുന്ന കാര്യം. അപ്പൊ ഇതിൽ പരിണാമ സിദ്ധാന്തമൊന്നും വരുന്നില്ല. പരിണാമം എങ്ങനെയാ പരിണാമം ഉണ്ടാകുന്നത്? ഇലക്ട്രോൺ ഉണ്ടായിട്ട് പ്രോട്ടോൺ ഉണ്ടായിട്ട് ആറ്റം ഉണ്ടാകാൻ പറ്റും. ആറ്റം ഉണ്ടായിട്ട് തന്മാത്രകൾ ഉണ്ടാവും. തന്മാത്രകൾ ഉണ്ടായിട്ട് ചെടികളാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ചെടികളുടെ നീരിന്റെ ശക്തിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഭക്ഷണം ഉണ്ടായിട്ട് ആദ്യം ചെടികൾ ഉണ്ടായേ പറ്റൂ. അല്ലാതെ ആദ്യം മനുഷ്യനുണ്ടാക്കിയിട്ട് പിന്നെ ചെടി ഉണ്ടാക്കിയ കാര്യം നടക്കില്ല. അപ്പൊ അതിനൊരു ക്രമമുണ്ട്. അത് പരിണാമമാണോ എന്ന് ചോദിച്ചാൽ പരിണാമം തന്നെ. ഇലക്ട്രോണാണ് പരിണാമമായിട്ട് ആറ്റമായി മാറുന്നത്. അല്ലാതെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെടി കയറിയിട്ട് മനുഷ്യനായി മാറും അങ്ങനെയുള്ള അല്ല. അതെന്ത് പറഞ്ഞിട്ടുണ്ട്? എല്ലാം അഗ്നിയിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന, പല രൂപത്തിൽ പൊട്ടിത്തെറിക്കുന്ന പോലെ ഈ ബ്രഹ്മത്തിൽ നിന്ന് ഇതെല്ലാം ഒരു ക്രമത്തിൽ ഉണ്ടായി വന്നതായിട്ട് അവിടെ വ്യാഖ്യാനിച്ചു. ഇത് കഥരൂപത്തിൽ വേറെ പല വിധത്തിലും പുരാണ കഥകളിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കഥാപാത്രങ്ങൾ വരും, കണ്ണും മൂക്കും എല്ലാം വരും. ബ്രഹ്മാവിനെല്ലാം കണ്ണും മൂക്കും എല്ലാം വരും. കുതിരയെല്ലാം കടിഞ്ഞാണെല്ലാം പിടിച്ചിട്ട് അങ്ങനെയെല്ലാം കുറെ കാണിക്കും. വസ്ത്രങ്ങളെല്ലാം പലതരം വസ്ത്രം ഉപയോഗിച്ചിട്ട്, വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് അങ്ങനെയെല്ലാം ചിത്രീകരിക്കും. പക്ഷെ വേദങ്ങളിലും ഉപനിഷത്തിലും എന്തില്ല, അത്തരത്തിലൊന്നല്ല പറയുന്നത്. പ്രപഞ്ചമുണ്ടായ സയൻസ് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള നിലയിൽ വേവ് ഫോമിലെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് എവിടെ വരും? വേദത്തിൽ അത് നമുക്ക് കാണാം.